ഞാൻ രാജലക്ഷ്മി, ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻമടം. മഹാദേവനെ ഉപാസിക്കുക, പ്രദോഷമെടുക്കുക എന്നാണ് സംഗതി. മഹാദേവനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ദേവാദിദേവനാണ് മഹാദേവൻ. മഹാദേവന് പ്രത്യേക ഗുരുവൊന്നുമില്ല. നമഃശിവായ, നമ്മൾ മഹാദേവനെ പറ്റി പറയാൻ വാക്കുകളില്ല, അത്രയും നല്ലതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മഹാദേവ, എൻ്റെ ഭഗവാനെ, പരമേശ്വര, മഹാദേവ, എനിക്ക് അങ്ങയെ അറിയാനും അങ്ങയെ അനുഭവിക്കാനും സാധിച്ചതിൽ കോടി കോടി പ്രണാമം. അങ്ങ് എന്നെ എപ്പോഴും അനുഗ്രഹിക്കണേ, അങ്ങയുടെ കൂടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ എഴുന്നേക്കാൻ തന്നെ. കിടക്കുന്നിടത്ത് നിന്ന് എണീക്കുമ്പോൾ തന്നെ നമ്മൾ മഹാദേവനെ ശിവായ നമ എന്ന് ചൊല്ലിയിട്ട് വേണം എഴുന്നേൽക്കാൻ. കാരണം മഹാദേവനും പാർവതിയും നിറഞ്ഞാണ് ലോകം മുഴുവൻ. അതിൻ്റെ പല പല രൂപങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം മഹാദേവൻ അനുഗ്രഹിച്ചാൽ പിന്നെ വേറെ ഒന്നും ചോദ്യമില്ല. മഹാദേവനാണ് കുബേരന് വാരി വാരി കൊടുത്തത്, വേറെ ആരുമല്ല. അപ്പോൾ കുബേരനാണ് ഇന്ന് ലോകത്തെ ഏറ്റവും ധനികൻ എന്നാണ് പറയുന്നത്, അറിയപ്പെടുന്നത്. അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നമഃശിവായ, നമഃശിവായ ആ നാമം ചൊല്ലുമ്പോൾ നമ്മൾ ഓരോ അക്ഷരത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചക്രങ്ങളെയും സ്പർശിച്ച് ചൊല്ലണം. നമഃശിവായ എന്ന് പറയുമ്പോൾ യ എന്ന് സഹസ്രാരത്തെത്തണം. അങ്ങനെ നമ്മൾ ചൊല്ലുകയും നമ്മുടെ ഹൃദയത്തിൽ മഹാദേവൻ്റെ വിഗ്രഹത്തെ ഹൃദയത്തിൽ മനസ്സിൽ കാണുകയും അനാഗ്രഹത്തിൽ കാണുകയും അതുപോലെ തന്നെ ആജ്ഞാചക്രത്തിലും സഹസ്രാരത്തിലും മഹാദേവനെ കണ്ടിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാക്കടം പോലും നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ വിട്ട് കടം പോലും നമ്മളിങ്ങനെ ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താണോ ആഗ്രഹം ഭഗവാൻ തന്നിരിക്കും. ഇപ്പം ധനമാണ് ആവശ്യം, ധനം എന്താണ് നമുക്ക് ആവശ്യമുള്ളത് ആ ഭഗവാൻ അത് നമുക്ക് തന്നിരിക്കും. അത് ആത്മാർത്ഥതയോടെ ഞാനെന്ന ഭാവമില്ലാതെ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ചാൽ കിട്ടാത്തൊന്നുമില്ല. മഹാദേവനെ പ്രത്യേകിച്ച് ഉപാസനമംഗമൊന്നും വേണമെന്നില്ല. ശിവായ, നമഃശിവായ, നമഃശിവായ ഏതൊരാൾക്കും ചൊല്ലാം. ഓം നമഃശിവ, ഓം ചേർത്ത് പറയാൻ ബുദ്ധിമുട്ട്, ചില സമയത്ത് നമ്മൾ ശരീരശുദ്ധിയിലേക്ക് പറയാൻ പാടില്ല. പക്ഷെ നമഃശിവായ ഈ മന്ത്രം നമുക്ക് എപ്പോഴും ഉച്ചരിക്കാവുന്നതാണ്. ആ പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ജപിച്ചാൽ നമുക്ക് കിട്ടാത്തതൊന്നുമില്ല. ഇനി മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത്. അതായത് ത്രയോദശി നാൾ സന്ധ്യയ്ക്ക് വരുന്നതാണ് പ്രദോഷം എന്ന് പറയുന്നത്. അത് നമുക്ക് രണ്ടെണ്ണമുണ്ട് തിഥി അനുസരിച്ച്. അതായത് തിഥി എന്ന് പറയുമ്പോൾ 15 തിഥി കഴിയുമ്പോൾ ഒരു വാവ് വരും. പ്രഥമ തിഥിയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, അഷ്ടമി, പ്രഥമ തിഥിയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, ത്രയോദശി ഇങ്ങനെ വരും. അപ്പോൾ ഈ ത്രയോദശി നാളാണ് സന്ധ്യയ്ക്കാണ് പ്രദോഷം വരുന്നത്. അത് 2 തരത്തിൽ വരുന്നുണ്ട്. വെളുത്ത പക്ഷമുണ്ട്, കറുത്ത പക്ഷമുണ്ട്. വെളുത്ത വാവിന് മുമ്പ് വരുന്നതുകൊണ്ട് കറുത്ത വാവിന് മുമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പ്രദോഷം ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. അതായത് മഹാദേവൻ പാർവതി ദേവിയും സ്വർണ്ണ മഞ്ചത്തിലിരുത്തി ആട്ടിക്കൊണ്ട് നൃത്തം ചവിട്ടുന്നു എന്ന് ഒരു വിധം പറയുന്നുണ്ട്. അത് മഹാദേവൻ നൃത്തമാടുന്നൊരു ദിവസമാണ്, സന്തോഷം കൊണ്ട് നൃത്തമാടുന്ന ദിവസമാണ് പ്രദോഷം. സകല ദേവാദിദേവന്മാരും ആ സമയത്ത് ഭൂമിയിലുണ്ടാവുമെന്നാണ് പറയുന്നത്. ഏതൊരു ശിവക്ഷേത്രത്തിലും പ്രദോഷധാര പ്രധാനമാണ്. പ്രദോഷത്തിന് ധാരയുണ്ടായിരിക്കും അന്നത്തെ ദിവസം. പ്രദോഷധാര നമുക്ക് നമ്മൾ പങ്കെടുക്കുകയും തൊഴുകയും ചെയ്താൽ വളരെ ഭാഗ്യമാണ്, ഭയങ്കര പുണ്യമാണ്. അതേപോലെ തന്നെ പ്രദോഷത്തിന് വ്രതമെടുക്കാം. പ്രദോഷത്തിന് വ്രതമെടുക്കുമ്പോൾ രാവിലെ കുളിച്ച് ശുദ്ധമായി ഭഗവാനെ തൊഴുത് നമഃശിവായ മന്ത്രങ്ങൾ ജപിക്കുക, നമഃശിവായ ചൊല്ലുക, നമഃശിവായ മന്ത്രങ്ങൾ ചൊല്ലുക. അതേപോലെ തന്നെ ഉള്ളി പോലെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഭഗവാന്റെ പ്രസാദം മാത്രം വൈകുന്നേരം കഴിക്കുക. അന്നത് മുഴുവൻ ഉപവാസം ഇരുന്ന് വൈകുന്നേരം ഭഗവാന്റെ പ്രദോഷധാര കഴിഞ്ഞിട്ട് നേദ്യം കിട്ടും, വെള്ളച്ചോദ്യം കിട്ടും. അത് കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഭഗവാനെ തൊഴുതാൽ ദാരിദ്ര്യം എന്നൊരു സംഭവം ഉണ്ടാവില്ല ആ വ്യക്തിക്ക്. പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് ദാരിദ്ര്യ ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല. പ്രദോഷത്തിൻ്റെ ആചാരങ്ങൾ എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അസുഖങ്ങളുള്ളവർ നമഃശിവായ ചെല്ലാം. പിന്നെ ഓം നമോ ഭഗവതേ രുദ്രായ എന്നൊരു നാമം 4:30 തുടങ്ങി വൈകിട്ട് 4:30 തുടങ്ങി 6-7 മണി വരെ ജപിച്ചാൽ ഭയങ്കര പവർഫുള്ളാണ്. ധനം ഉണ്ടാവുന്ന നല്ലൊരു സമയം. ഓം നമോ ഭഗവതേ രുദ്രായ നമ. അത് 108 പ്രാവശ്യം ജപിക്കുക. വൈകുന്നേരം 4:30 തുടങ്ങി 6 മണി വരെ, 6 മണി 7 മണി വരെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഏത് സമയത്തും ജപിക്കാം. ആ ജപിക്കുകയും ശിവലിംഗം വീട്ടിലുള്ളവർ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യുകയും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം അനുഭവമാണ്. പിന്നെ പ്രദോഷ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിച്ചാൽ അതിന് വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്, ഈ ഗ്രഹണം പോലെ.
പ്രദോഷ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ മഹാദേവനെ പ്രാർത്ഥിച്ച് ഭസ്മം തൊട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് ധനം കുബേരന് കൊടുത്ത മാതിരി നമുക്കും ധനം കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ധനത്തിനാണല്ലോ കൂടുതൽ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായി ഒന്നും തന്നെയില്ല. വിവാഹ തടസ്സമാണോ? പ്രാർത്ഥിക്കൂ മഹാദേവനെ. തുമ്പപ്പൂ കൊണ്ട് മഹാദേവൻ്റെ കൂടെ പാർവതി ഉണ്ടല്ലോ, സ്വയംവര പുഷ്പാഞ്ജലി തിങ്കളാഴ്ച ചെയ്യൂ, നടക്കാത്ത വിവാഹം നടക്കും. പിന്നെ ഒരു കേസ് വന്നു, നമ്മൾ മനസ്സറിയാത്ത കേസാണ്, നമ്മളൊന്നും അറിയാത്തൊരു കേസാണെന്ന് വിചാരിക്കുക. ആ കേസ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ജയം വരണമെങ്കിൽ തുമ്പപ്പൂ ശനിയാഴ്ച ദിവസം മഹാദേവന് സമർപ്പിക്കുക. ശനി, ഞായർ, തിങ്കൾ 3 ദിവസം സമർപ്പിക്കാൻ പറ്റും, നന്നായിരിക്കും. പ്രാർത്ഥിക്കുക. ആ കേസ് നമ്മൾ രക്ഷപ്പെട്ടു പോരും. തുമ്പപ്പൂ കൊണ്ട് വളരെയധികം പ്രാധാന്യമുള്ള സംഭവമാണ് തുമ്പപ്പൂ കൊണ്ട് നടക്കാത്തത്. തുമ്പപ്പൂ എരിക്കിൻ പൂവും ദാമ്പത്യ ഐക്യത്തിൽ എരിക്കിൻ പൂ കൊണ്ട് മഹാദേവന് മാലയാർത്തുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ മഹാദേവന് കൂവളത്തിൽ അഭിഷേകം, കൂവളത്തിൽ കൊണ്ട് അർച്ചന, കൂവളത്തിലെ മാല ചാർത്തുക. ഇതൊക്കെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് കൂവളത്തില. ഈ കൂവളത്തില പ്രസാദമായി കിട്ടുന്ന കൂവളത്തില ഒരു നാണയം കൂടി വച്ച് സൗന്ദര്യലഹരിയുടെ 33-ാമത്തെ ശ്ലോകം സ്മരം യോനി എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, ആ 4 വരി. ആ മന്ത്രം ജപിച്ചാൽ നമ്മുടെ ധനത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഒരു ബ്ലോക്കും വരില്ല, ധനബ്ലോക്കൊക്കെ മാറിക്കിട്ടും. അത്രത്തോളം പവർഫുള്ളാണ് ആ കൂവളത്തിൻ്റെ ഇല. പിന്നെ കൂവളത്തിൽ വെച്ച് നമുക്ക് ദേവിക്ക് ഭഗവാന് അർച്ചന ചെയ്യാം, ദേവിക്ക് അർച്ചന ചെയ്യാം. വെള്ളിയാഴ്ച ദിവസങ്ങൾ കൂവളത്തിലൂടെ അർച്ചന ചെയ്യാം. ഇതിനൊക്കെ കൂവളത്തിലേക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വൃക്ഷം കൂടിയാണ് കൂവളത്തില. ഭഗവാന് ഇഷ്ടപ്പെട്ടൊരു വൃക്ഷമാണ് കൂവളത്തില. പിന്നെ മഹാദേവനെ തൊഴാൻ പോകുമ്പോൾ നന്ദിയെ തൊടരുത്, ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം നന്ദി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നന്ദിയുടെ ചെവിയിൽ നമ്മൾ തൊടാതെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഭഗവാൻ അത് കേൾക്കുകയും അത് സാധിപ്പിച്ച് തരികയും ചെയ്യും. അതാണ് നന്ദി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാഹനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം മഹാദേവനെ പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതില്ല. പിന്നെ മഹാദേവന് പ്രധാനപ്പെട്ട ദിവസം തിരുവാതിരയ്ക്ക് തിരുവാതിര, തിങ്കളാഴ്ച, ശനിയാഴ്ച ഈ ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയും തൊഴുകയും ദർശനം നടത്തുകയും ചെയ്താൽ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരും. പിന്നെ ദാമ്പത്യ കലഹമാണെന്ന് വിചാരിക്കുക. അപ്പോൾ വെള്ളിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുന്നതോടൊപ്പം തന്നെ ഐക്യമത്യ പുഷ്പാഞ്ജലി. ആരായിട്ടാണോ നമുക്ക് വഴക്കുള്ളത്? ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേരിൽ ധാര കഴിക്കുക. ഈ 2 പേരുടെ പേരിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്താൽ ഈ ദാമ്പത്യ കലഹങ്ങൾ മാറും. ഇനിയിപ്പോൾ ഡൈവോഴ്സാണ് വേണ്ടതെന്ന് വിചാരിക്കുക, എന്തായാലും ഒഴിഞ്ഞു പോകണമെങ്കിൽ അപ്പോഴും ഈ വെള്ളിയാഴ്ച തോറും ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. ഭഗവാൻ എന്ത് തീരുമാനിച്ചു അത് നടക്കും. ഒന്നുകിൽ അവർ വശിയായി വരും, അല്ലെങ്കിൽ അവർ പോണെങ്കിൽ പോവും. ഏതാണോ നമ്മുടെ ആഗ്രഹം അത് ഭഗവാൻ സാധിപ്പിച്ചു തരും. അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് മഹാദേവൻ. പിന്നെ രോഗങ്ങൾ വരികയാണ്, നമുക്ക് അസുഖങ്ങളൊക്കെ വന്നു എന്ത് ചെയ്തിട്ടും ഹോസ്പിറ്റലിൽ പോയി അസുഖമില്ല, പക്ഷേ ഭയങ്കരമായ അസുഖം, എണീക്കാൻ വയ്യാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മഹാദേവന് സൂര്യൻ്റെ പ്രതിമ വാങ്ങിച്ച് ഒരു പിടി നാണയം കൂടി ചേർത്ത് നന്നായിട്ട് തലയ്ക്കൊഴിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് വയ്ക്കാം. ദിവസവും ഓരോ രൂപ ഇട്ട് വെച്ച് 41 ദിവസം ഇടണം. 42 നമ്മൾ ശിവായ ചൊല്ലിയിട്ടുണ്ട്. 42-ാമത്തെ ദിവസം ഈ നാണയങ്ങളും ഈ സൂര്യപ്രതിമകളും എടുത്ത് ഒരു കറുത്ത പട്ടി പൊതിഞ്ഞ് ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് ഒരു മൃത്യുഞ്ജയ ഹോമം ചെയ്താൽ ആളുടെ അസുഖങ്ങൾക്ക് ഭേദമുണ്ടാവും. പിന്നെ അതേ ടൈം തന്നെ ഗുരുവായൂരപ്പന് ഇതുപോലെ തന്നെ ഒരു പശുവിൻ കിടാവും നാണയം കൂടി ചേർത്ത് ഒരു പിടി നാണയം കൂടി ചേർത്ത് ഇതുപോലെ തലയ്ക്കൊഴിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. ദിവസം ഓരോ രൂപ ഇട്ട് വയ്ക്കുക. 41 ദിവസം കഴിയുമ്പോൾ അതിന് മഞ്ഞപ്പട്ടിൽ കിഴികെട്ടി ഗുരുവായൂർ സമർപ്പിക്കും. ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ ആളുടെ ഈ വക ദുരിതങ്ങളായ രോഗങ്ങളൊക്കെ മാറി ആൾക്ക് പേരും പ്രശസ്തിയും ഉയർച്ചയും ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് മഹാദേവന്. മഹാദേവൻ വിഷ്ണു ഒന്നും വെവ്വേറെയല്ല, എല്ലാവരും ഒന്ന് തന്നെയാണ്. നമ്മൾ ഓരോ രീതിയിൽ ആചരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.